ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ? ഇതാ ഞാൻ കട്ട് ചെയ്തായിരുന്നു കേട്ടോ. സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ വെള്ളരിക്കയാണോ അതോ തണ്ണിമത്തനാണോ. മഞ്ഞ തണ്ണിമത്തനല്ല എന്ന് മനസ്സിലായി, കാരണം കട്ട് ചെയ്ത ഭാഗം കണ്ടു. ഞാനത് ആദ്യം ഷോപ്പിൽ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് എന്താണെന്നറിയോ, ഇത് മഞ്ഞ കളർ തണ്ണിമത്തനാണെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കടക്കാരനാണ് പറഞ്ഞത് ഷമാമാണെന്ന് കേട്ടോ. ഇതാ കൈ താഴെ പോയി. ഷമാമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ടൈപ്പ് ഷമാം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണേ. ഇതാ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇത് വെള്ളരിക്ക പോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ സൈഡ് കുറച്ച് കട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫ്ലഷ് ഉണ്ടല്ലോ, ഇത് കുറച്ച് ഹാർഡാണ്. സാധാരണ നോർമൽ വെള്ളരിക്കയേക്കാളും കുറച്ചുകൂടി ഹാർഡുമാണ്, ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തണ്ണിമത്തനാണെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അല്ല, ഷമാമാണ്. ഈ ടൈപ്പ് ഷമാം ഞാൻ കണ്ടിട്ടില്ല, ട്രൈ ചെയ്യാൻ മേടിച്ചതാണ്. അപ്പോൾ ഞാനിത് ജ്യൂസ് അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഷമാം ഷേക്ക് റെഡി ആയിട്ടുണ്ടേ. ഇതാ ഞാനിത് 2 പീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു പീസ് മാത്രമേ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ. 2 ഗ്ലാസ് അടിച്ചിട്ടുണ്ടായിരുന്നേ. ഒന്ന് ഹസ്ബൻഡിനും എനിക്കും വേണ്ടിയിട്ട് ഇതുപോലത്തെ 2 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പീസ് ജ്യൂസ് അടിച്ചത്. ഇതിലിപ്പോൾ ഞാൻ ഷേക്ക് അടിച്ചതാണ്. പാലും പഞ്ചാരയും ഷമാമും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി പൊളിയാവണമെങ്കിൽ നമ്മൾ ഐസ്ക്രീമോ മിൽക്ക് മെയ്ഡോ ഒക്കെ ചേർത്തിട്ട് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ നോമ്പ് കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണേ. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് അത്ര ഇതായിട്ട് തോന്നിയില്ല, പക്ഷേ ഷേക്ക് അടിച്ചപ്പോൾ ജ്യൂസ് അടിച്ചപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.